17ാം ലോക്സഭയുടെ അവസാന സമ്മേളന ദിനമായ ഇന്ന് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര വിഷയത്തിൽ പാർലമെന്റ് ഇരുസഭകളിലും പ്രത്യേക പ്രമേയം അവതരിപ്പിക്കും. വിശ്വാസികളുടെ വർഷങ്ങളായ സ്വപ്നം യാഥാർത്ഥ്യമായതിൽ പ്രമേയത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിയും വ്യക്തമാക്കും. ബിജെപി MP സത്യപാൽ സിംഗ് പ്രമേയം അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, പാർലമെന്റ് അവസാന സമ്മേളനം വിവരങ്ങൾ. ലോക്സഭാ ചട്ടം 193 പ്രകാരമാണ് ഈ പ്രത്യേക പ്രമേയം അവതരിപ്പിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭാ MP സത്യപാൽ സിംഗ് ആയിരിക്കും പ്രമേയം അവതരിപ്പിക്കുക. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി ഒരുപക്ഷെ സഭയിൽ സംസാരിക്കും എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. മുതിർന്ന മന്ത്രിമാരാരെങ്കിലും ഇതിന് മറുപടി നൽകുവാനുള്ള സാധ്യതയുണ്ട്. രാജ്യസഭയിലെ ചട്ടം 176 പ്രകാരം K. ലക്ഷ്മണനായിരിക്കും പ്രമേയം അവതരിപ്പിക്കുന്നത്. ചർച്ച പൂർത്തിയാക്കി ഇരു സഭകളും അനിശ്ചിതകാലത്തേക്ക് ഇന്ന് പിരിയും. UPA ഭരണകാലത്ത് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രത്തിന് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രത്യേക പ്രമേയവും പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ അയോധ്യ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ BJP MPമാർ കടന്നാക്രമിക്കും, അല്ലെങ്കിൽ പാർലമെന്റ് അവസാന ദിവസവും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനം ഇന്നലെ അവസാനിക്കാനിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വളരെ ചടുലമായി ഒരു പ്രമേയ അവതരണം BJP ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായാണ് ഒരു ദിവസം കൂടി സഭാ സമ്മേളനം നീട്ടുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ധവളപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത കോൺഗ്രസ് ആകെ തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രമേയം കൂടി ഇന്നിപ്പോൾ ലോക്സഭയിലും അതേപോലെ തന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കാൻ പോകുന്നത്.